തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലുണ്ടായ സ്ഫോടനത്തിൽ 13 പേർക്ക് ദാരുണാന്ത്യം. 13 പേർ ചികിത്സയിൽ, 5 പേരുടെ നില ഗുരുതരം. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന സ്ഥലത്താണ് സ്ഫോടനമുണ്ടായത്. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30യോടെയാണ് ഉഗ്രസ്ഫോടനത്തോടെ പൊട്ടിത്തെറിയുണ്ടായത്. സംഭവം നടക്കുമ്പോൾ 30ഓളം പേർ ഉണ്ടായിരുന്നതായാണ് വിവരം. പരിക്കേറ്റവരിൽ കരാറുകാരൻ സതീഷിന്റെ നിലയും ഗുരുതരമായി തുടരുകയാണ്. തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായത് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു. തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തുടർച്ചയായി വെള്ളമടിച്ച് സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കിയ ശേഷമാണ് ആളുകളെ പുറത്തെടുത്തത്. ശരീരഭാഗങ്ങൾ ചിതറിത്തെറിച്ച നിലയിലായിരുന്നു. സംഭവ സ്ഥലത്തു നിന്നും 200 മീറ്റർ ചുറ്റളവിലുള്ള ആളുകളെ മാറ്റി. സാമ്പിൾ വെടിക്കെട്ടിനും പൂരം വെടിക്കെട്ടിനും പകൽപൂരം വെടിക്കെട്ടിനും ഉൾപ്പെടെയുള്ള വെടിക്കെട്ട് സാമഗ്രികളാണ് പൊട്ടിത്തെറിച്ചത്. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ഡിഐജി ടി നാരായണൻ, സിറ്റി പോലീസ് കമ്മീഷണർ ദേശ്മുഖ് രാജ് തുടങ്ങിയവർ സ്ഥലത്ത് നേരിട്ടെത്തിയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത്. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കോട്ടയം, പാലക്കാട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിൽ നിന്ന് കൂടുതൽ ഡോക്ടർമാരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നിയോഗിച്ചു. അപകട വിവരമറിഞ്ഞ് മന്ത്രിമാരായ PM മുഹമ്മദ് റിയാസ്, VN വാസവൻ, K കൃഷ്ണൻകുട്ടി, R ബിന്ദു, P രാജീവ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, രാഹുൽ ഗാന്ധി എന്നിവർ അതീവ ദുഃഖം രേഖപ്പെടുത്തി. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിലെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. സംസ്ഥാന സർക്കാർ രക്ഷാപ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പറയും